മിണ്ടൂല. അത് ഇത് തന്നെ, ഇവരുടെ ഈ പ്രശ്നം കൊണ്ട് തന്നെ പിണങ്ങിയത്. സഹകരിക്കാൻ കൊള്ളൂലെന്ന് തോന്നുന്നു. അല്ല, അവൻ ഇപ്പൊ വെള്ളം അടി തുടങ്ങിയല്ലേ. വഴക്കിട്ട് പിണങ്ങിപ്പോയ യുവതിയാണ്. തിരിച്ചെത്തി 2-ാം ദിവസം വീണ്ടും വഴക്കായി. പേയാട് യുവതിയെ യുവാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തി. മിക്കവാറും വാർത്തകളിലൊക്കെ യുവതിയെ ഭർത്താവ് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ് കേട്ടത്. നാട്ടുകാർ പറയുന്നു ഏത് വകയിലാണ് ഭർത്താവെന്ന്. ആ യുവതിയും ആ യുവാവിൻ്റെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. അവർ വിവാഹിതരൊന്നുമല്ല. യുവതിക്ക് വേറെ ഭർത്താവുണ്ട്. 7 വയസ്സും 4 വയസ്സുമുള്ള 2 കുട്ടികളുമുണ്ട്. ആ കുട്ടികളെ എന്തായാലും കാലം ഭാഗ്യത്തിന് സുരക്ഷിതമായി ആ പഴയ ഭർത്താവിൻ്റെ അടുത്ത് വളരാൻ വിട്ടത് നന്നായി. ഇവിടെ ഇവർക്ക് 2 പേർക്കും എന്നും വഴക്കാണ്. വല്ലപ്പോഴുമാണ് ഈ ഭാര്യ എന്ന് വിളിക്കുന്ന യുവതി ഇവിടേക്ക് വരുന്നത്. ഭർത്താവ് എന്ന് വിളിക്കുന്ന യുവാവ് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ജയിലിലായിരുന്നത്രേ. അത് മറ്റൊന്നിനുമല്ല, ഈ യുവതിയെ ദേഹത്ത് അയൺ ബോക്സ് വെച്ച് പൊള്ളിച്ച കേസിലാണ്. ഇപ്പോഴും അകത്താവുമ്പോൾ പറഞ്ഞിട്ടാ പോയത്, ഞാൻ 3 ദിവസം കഴിയുമ്പോൾ പുറത്തേക്ക് വരുമെന്ന്. വാർത്ത ഇങ്ങനെയാണ്. പേയാട് അരുവിപ്പുറത്താണ് ഈ സംഭവം. നമ്മളിപ്പോൾ തന്ന ഇൻട്രൊഡക്ഷൻ അവിടുത്തെ നാട്ടുകാരിൽ ചിലർ നമ്മളോട് പറഞ്ഞതാണ്. പക്ഷെ ഒന്ന് മനസ്സിലാകുന്നത്, നാട്ടുകാർ തങ്ങളിൽ തന്നെ യാതൊരു വിധമായിട്ടുള്ള ഒരു സൗഹൃദ മനോഭാവം ഇല്ലാത്തവരാണ്. ആ കൂട്ടത്തിൽ തന്നെ ഒറ്റപ്പെട്ട് താമസിക്കുന്നതാണ് ഈ യുവാവും യുവതിയും. അതുകൊണ്ടാണോ ഇവരെക്കുറിച്ച് വളരെ നെഗറ്റീവായ വർത്തമാനങ്ങൾ കേട്ടത് എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. എങ്കിലും വാർത്ത ഇങ്ങനെയാണ്. പേയാട് അരുവിപ്പുറത്ത് യുവതി മർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നു. സംഭവത്തിൽ ഭർത്താവായ രതീഷിനെ പോലീസ് അറസ്റ്റും ചെയ്തു. ഞായറാഴ്ച രാത്രിയാണ് സംഭവം നടന്നതെന്നാണ് നിഗമനം. 28-കാരിയാണ് വിദ്യ. ഈ കൊല്ലപ്പെട്ട നിലയിൽ ഇവിടെ കണ്ടെത്തുന്നതിന് മുമ്പും ഇവിടെ ധാരാളം വഴക്കും ബഹളങ്ങളും ഒക്കെ നടന്നിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ വിവരമറിഞ്ഞ് വീട്ടിലെത്തിയത് സുഹൃത്തുക്കളാണ്. അവരാണ് പോലീസിനെ അറിയിച്ചത്. ഈ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞതും രതീഷ് എന്നാണ് അറിയുന്നത്. വാക്ക് തർക്കമാണ് കൊലപാതകത്തിലേക്ക് പിന്നെ എത്തിയത്. രതീഷുമായി വിദ്യയുടേത് 2ാം വിവാഹമാണ് എന്ന് പറയുന്നുണ്ട്. അത് വാർത്തയിലാണ്. നാട്ടുകാർ പറയുന്നു അങ്ങനെ അല്ല എന്ന്. മദ്യലഹരിയിൽ രതീഷും വിദ്യയും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകാറുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച രാത്രിയും ഇരുവരും തർക്കമുണ്ടായി. പിന്നാലെ രതീഷ് വിദ്യയെ മർദ്ദിച്ചു. സാരമായി പരിക്കേറ്റ് വീണ വിദ്യ വീട്ടിൽ തന്നെ മരിക്കുകയായിരുന്നു. വഴക്കുണ്ടായി നേരത്തെ വീട്ടിൽ നിന്ന് പോയ വിദ്യയാണ് 2 ദിവസം മുമ്പ് വീണ്ടും തിരിച്ചെത്തിയത്. ഈ സമയമെടുത്തു എന്നൊക്കെ പറയും പോലെ വേണ്ടാതെ ഇരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, വഴക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ വരാതിരിക്കണ്ടേ? കഷ്ടം. അടിപിടി കേസുകളിലൊക്കെ പ്രതിയാണ് ഈ രതീഷ് എന്നാണ് നിഗമനം. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ഇതൊന്നും നമുക്കറിഞ്ഞൂടാ. നേരം ചില ദിവസം ഫോൺ കാണാം, ഉമ്മാരെ കൂടെ 5-6 ദിവസം കഴിഞ്ഞിട്ട് വരും, അങ്ങനെയൊക്കെ ഫോൺ കാണാം. അമ്മരെ നമുക്ക് എന്തൊരു ജോലി എന്നൊന്നും അറിയാം. ഞായറാഴ്ച എത്ര മണിക്കായിരുന്നു? ഞായറാഴ്ച എത്ര മണിക്കെന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. രാത്രി ഞങ്ങൾ 11 മണിക്ക് ഇവിടെ ഒന്ന് പോലീസ് ഇത് തട്ടിയപ്പോഴാണ് എന്നിട്ടും ഞങ്ങൾ കഥ തുറന്നില്ല. രാത്രിയിലൊക്കെ പോലീസ് വന്നാലൊക്കെ ഞങ്ങൾ കഥ തുറക്കും. അതിനിടയ്ക്ക് 2-3 പ്രാവശ്യം ആദ്യമൊക്കെ വീഴുന്നിട്ടുണ്ട് പിള്ളേരെ. അപ്പോഴും നമുക്ക് രാത്രിയും പകലൊന്നും ഇല്ലാതെ അവന്മാര് വരുമായിരുന്നു. വണ്ടികളൊക്കെ പിള്ളേര് വരണ വണ്ടിയൊക്കെ എടുത്തുകൂടെ വച്ചിരിക്കും. വണ്ടി എടുക്കാനൊക്കെ വരും. അപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ ആക്ച്വലി കഞ്ചാവിന്റെ ഇതൊക്കെ ഉണ്ട്. പിള്ളേര് വന്ന് കിടന്ന്. ഈ പെണ്ണിന് ജോലി ഉണ്ടാവും? പെണ്ണിന് ജോലിയുണ്ടോ? ഒരു ജോലിയില്ല, വീട്ടിൽ തന്നെ. ഇത് 2ാം വിവാഹം. ആദ്യത്തെ കല്യാണം കഴിച്ചതിൽ 2 കൊച്ചുങ്ങളുണ്ട്. ആ കൊച്ചുങ്ങളെ കൊണ്ടാണ് ഇവിടെ വന്ന് ആ കൊച്ചിനാണ് എടുത്തെടുത്ത് ഫാനിൽ വെടിവെക്കാനൊക്കെ പോയാണ് അവ ഒരിക്കകത്തായി. 2ാമത് അവിടെ ദേഹമെല്ലാം പൊള്ളിച്ച് തേപ്പ് കൊട്ടി വെച്ച് പൊള്ളിച്ചെന്നൊക്കെ പറയുന്നത്. ഇതുപോലെ പോലീസൊക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മളറിയാം. ഇതിനകത്ത് എന്തെങ്കിലും നടക്കണമെന്ന് നമുക്കറിയാൻ പാടില്ല. നിലവിളിയോ ബഹളമൊന്നും കേട്ടില്ല. അപ്പോൾ സംഭവം ഇത്രയൊക്കെ ഉള്ളൂ. അതായത് ആ യുവതി വിവാഹിതയാണ്, 2 കുട്ടികളുണ്ട്. 2 കുട്ടികളും ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെയാണ്. ഈ യുവാവ് അവിവാഹിതനാണ്.
അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്നോ മരിച്ചുപോയി, അമ്മയുണ്ടായിരുന്നു. അമ്മയെ തൽക്കാലം ഇവിടെ നിന്ന് ഒഴിവാക്കിയതാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം യുവതി ഇവിടെ കൂടുകയും ചെയ്തു. നാട്ടുകാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരസ്പര സ്നേഹവും വിശ്വാസവും ഒന്നുമില്ലാത്ത ഏതാനും അയൽക്കാരെല്ലാം ഉണ്ട്. അവർക്കൊന്നും ഇവരോട് വലിയ താല്പര്യമൊന്നുമില്ല. രണ്ടുപേരെക്കുറിച്ചും നല്ല കമൻസ് ഒന്നും അവർക്ക് പറയാനുമില്ല. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനേ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. പിന്നെ നമ്മുടെ ഒരു അമ്മ സംസാരിച്ചു, അതാണ് നമ്മൾ ഇതിൽ കേൾപ്പിച്ചത്. കാരണം അവർക്കൊന്നും വീഡിയോയിൽ വരാനൊന്നും യാതൊരു വിധമായ താല്പര്യവും ഇല്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല, ഇത്തരം വാർത്തകൾ നിരന്തരമായി നമുക്ക് ചുറ്റും കാണുന്നുണ്ട്, നാം അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തയെ ബാധിച്ച, ലക്ഷ്യബോധത്തെ ബാധിച്ച, ജീവിതത്തിൻ്റെ നന്മകളെ ബാധിച്ച ഒരു ക്യാൻസർ പോലെ മനുഷ്യൻ്റെ താളപ്പിഴകളാണ് ജീവിതത്തിൽ ഇതുപോലുള്ള ദുരന്തങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഒരു മോറൽ ലൈൻ ഓഫ് ലിവിങ് നഷ്ടപ്പെടുന്നു. പാരമ്പര്യത്തിന് നഷ്ടപ്പെടുന്നു, പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്നു. അത് യുവാക്കളിലുണ്ട്, മധ്യവയസ്കരിലുണ്ട്, ഇതുപോലെ വൃദ്ധരിലുണ്ട്. എന്തായാലും സമൂഹം മൊത്തത്തിൽ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത് പോലെ ഇന്ന ആളിൻ്റെ കാലത്ത് നമ്മുടെ സമൂഹം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ, അല്ലേ? അതുപോലെ ഇന്ന് സാംസ്കാരിക ച്യുതി, സാംസ്കാരികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ, കുടുംബങ്ങൾ തകരുന്ന അവസ്ഥ, ലക്ഷ്യബോധമില്ലാതെ പോകുന്ന തലമുറകൾ, ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നേരെയാവട്ടെ. ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ, നാം അതുവഴിക്ക് പൊയ്ക്കൂടല്ലോ, ഇങ്ങനെ ഓർത്ത് നേരെയാകുന്നെങ്കിൽ ആകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമുണ്ടോയെന്നറിയില്ല. ആഗ്രഹിക്കാം, അതല്ലേ പറ്റൂ, പ്രതീക്ഷിക്കാം. എനിവേ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നന്ദി.